بسم الله الرحمن الرحيم لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. تنزيل الكتاب من الله العزيز الحكيم. സ്നേഹബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, റംസീൻ എന്ന പേരിൽ ഒന്നാം ഘട്ടത്തിൽ സൂറത്ത് യാസീനും രണ്ടാം ഘട്ടത്തിൽ സൂറത്ത് സജ്ദയും ഇൻസാനും പഠിച്ചതിന് ശേഷം മൂന്നാം ഘട്ടത്തിൽ നമ്മൾ സൂറത്ത് സുമർ പഠിക്കാൻ ആരംഭിക്കുകയാണ്. സൂറത്ത് സുമർ മക്കിയായ സൂറത്താണ്. 75 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ക്രമനമ്പറിൽ 39ാമത്തെ സൂറത്താണ് സൂറത്ത് സുമർ. പരിശുദ്ധ ഖുർആനിലെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു ആണ് ഇത് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞു തുടങ്ങുന്നത് പോലെ ഈ അധ്യായവും ഇങ്ങനെ തന്നെ തൻസീലുൽ കിതാബി മിനല്ലാഹ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. സൂറത്ത് സുമർ എന്ന് പേര് വരാൻ കാരണം കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഇതേ അധ്യായത്തിലെ തന്നെ 71, 73 ആയത്തുകളിൽ അള്ളാഹു പ്രതിപാദിക്കുന്ന വിഷയം സുമർ എന്ന പേരിലുള്ളത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ഇങ്ങനെയൊരു പേര് കൈവന്നിട്ടുള്ളത്. ഞാൻ ഓതി വെച്ച ഒന്നാമത്തെ ആയത്തിൻ്റെ തജ്വീദ് പരമായ ചില നിയമങ്ങൾ. തൻസീൽ എന്നത് സുക്കൂനുള്ള നൂനിന് ശേഷം സ വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് നൂനിനെ മറച്ചു മണിക്കേണ്ടതാണ്. തൻസീൽ തൻ എന്ന് വെളിവാക്കാതെ മണിക്കുകയാണ് വേണ്ടതാണ് ഇഖ്ഫാ എന്ന നിയമം വരുന്നത്. രണ്ടാമത്തെ ആയത്തിൽ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇന്ന ശദ്ദുള്ള നൂന് മണിച്ച് ഇന്നാ എന്ന് മുൻഫസിലായ മദ് നീട്ടി അൻസൽന അവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം സാ വന്നതുകൊണ്ട് ഇഖ്ഫാ ചെയ്ത് മണിച്ച് ഓതേണ്ടതുണ്ട്. അവസാനം മുഖ്ലിസൻ ലഹുദ്ദീൻ. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ഈ ആയത്തിൽ മ്യാദൂനിഹി സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് വന്നു, അവിടെ ഇഖ്ഫാ ചെയ്യണം. മിന്ദൂനിഹി ആ മുൻഫസിലായ മദ് നീട്ടേണ്ടതുണ്ട്. ഔലിയാ മുത്തസിലായ മദ് നീട്ടേണ്ടതുണ്ട്. അതേ പ്രകാരം തന്നെ ബൈനഹും ഫി ഇൽഹാർ ചെയ്യണം, അവിടെ മണിക്കാൻ പാടില്ല. മറ്റൊന്ന് കാദിബുൻ ക മൻ ഹു ഇൽഹാർ ചെയ്യണം, മണിക്കരുത്. കാദിബുൻ ക അവിടെ തൻവീനിന്റെ ശേഷം ക്യാഫ് വന്നു, അവിടെ ഇഖ്ഫാ ചെയ്ത് മണിച്ച് ഓതണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പല സൂറത്തുകളിലും പറയുന്നത് പോലെ തൻസീലുൽ കിതാബി മിനല്ലാഹ്. തൻസീൽ അൻസല യുൻസിലു എന്ന് പറഞ്ഞാൽ ഇറക്കുക, അവതരിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ അവതരണം മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നാണ്.
അൽ കിതാബാകുന്ന ഖുർആനിൻ്റെ അവതരണം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. എങ്ങനത്തെ അള്ളാഹുവാണ്? അൽ അസീസ്, അവൻ പ്രതാപവാനാണ്, ഇസ്സത്തുള്ളവനാണ്. അൽ ഹക്കീം, അഗാധജ്ഞാനമുള്ളവനാണ്, തത്വജ്ഞാനമുള്ളവനാണ്. അപ്പൊ എല്ലാറ്റിനെക്കുറിച്ചും അഗാധമായ ജ്ഞാനവും പ്രതാപവും ഉടയവനായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഈ ഖുർആൻ. ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നത് എന്തിനാണ്? ഇത് മുഹമ്മദിന്റെ വകയാണ്, അദ്ദേഹം എഴുതിയതാണ്, അദ്ദേഹം കൂട്ടി സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കിയതാണ്, ഇന്നും ആരോപിക്കപ്പെടുന്ന ആരോപണമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്. എഴുതാനും വായിക്കാനും അറിയാത്തൊരു മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഒരു പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിന് ഇത്ര കോടി ആളുകൾ പിന്നാലെ പോവാന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സംഭവമല്ലേ? ഈ ആരോപണം ശരിയാണ് എങ്കിലാണ് കേട്ടോ ഈ പറയുന്നത്. ഈ ആരോപണം ശരിയല്ല എന്നാണ് ലോകത്തെ മുഴുവൻ മുഅ്മിനീങ്ങളും വിശ്വസിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ ഇങ്ങനെ എഴുതിയുണ്ടാക്കാൻ കഴിയില്ല. ഇത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥാണ്. ഇതേപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫ് 46-ാമത്തെ അധ്യായത്തിന്റെ 2-ാം ആയത്തിൽ ഇതേ വാചകം അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. 45-ാമത്തെ സൂറത്ത് ജാസിയ, അതിന്റെ 2-ാമത്തെ ആയത്തിലും ഇതേ വാക്യം അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്. സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്നാണ് എന്ന് സ്വയം അവകാശപ്പെട്ട് പ്രപഞ്ച സട്ടാവിന്റെ വചനമാണ് ഖുർആൻ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ കോടാനുകോടി മനുഷ്യർ പിൻപറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ലോകത്ത് വേറെ എവിടെയും അങ്ങനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്നൊന്നുകൂടി ഉറപ്പിച്ചു പറയാണ്. ഇന്ന, തീർച്ചയായിട്ടും നാം. ഇന്ന എന്ന് പറഞ്ഞതിൻ്റെ കൂടെ അലിഫ് വന്നാൽ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയാണ്. ഇന്ന, തീർച്ചയായിട്ടും നാം. അൻസൽന, നാമാണ് അവതരിപ്പിച്ചത്. ഇലൈക, പ്രവാചകരെ നിന്നിലേക്ക്. അൽ കിതാബ, ഈ വിശുദ്ധ വേദഗ്രന്ഥത്തെ. ബിൽ ഹഖി, യാഥാർത്ഥ്യവും കൊണ്ട് അല്ലെങ്കിൽ ഹക്കായ രൂപത്തിൽ, സത്യമായ രൂപത്തിൽ, ന്യായമായ രൂപത്തിൽ. ഫഅ്ബുദില്ലാഹ്, നീ അല്ലാഹുവിനെ ആരാധിക്ക്. മുഖ്ലിസൻ, ആത്മാർത്ഥമായി, നിഷ്കളങ്കമായി. ലഹുദ്ദീൻ, അവന് മാത്രം മതം അല്ലെങ്കിൽ കീഴ്വണക്കം അവനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിന് നിഷ്കളങ്കമാക്കി ആരാധിക്കണം എന്നതാണ് ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അപ്പൊ ഈ വേദഗ്രന്ഥത്തിന്റെ പൊരുൾ ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും ഉറപ്പിക്കലാണ്. അപ്പൊ ഇത് അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചത് ന്യായപ്രകാരമാണ്, യാഥാർത്ഥ്യവും കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, അലാ, അറിഞ്ഞേക്കുക. ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, മതത്തെ പൂർണ്ണമായി അള്ളാഹുവിന് നിഷ്കളങ്കമാക്കേണ്ടതാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് യഥാർത്ഥ കീഴ്വണക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹ് പറയാണ്, വല്ലദീന, ഒരു വിഭാഗം, ഇത്തഖദൂ, അവർ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനിഹി, അവന് പുറമേ. ആർക്ക് പുറമേ? അള്ളാഹുവിന് പുറമേ. ഔലിയാ, ഔലിയാക്കളെ സ്വീകരിച്ചിരിക്കുന്നു. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താക്കൾ, കൈകാര്യകർത്താക്കൾ, രക്ഷാധികാരികൾ എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുന്ന വിഭാഗം, ആ വിഭാഗത്തിന്റെ ന്യായം അള്ളാഹു പറയാണ്. മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല. ഇല്ലാ ലിയുഖർരിബൂന, ഞങ്ങളെ അവർ അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. സുൽഫൻ, ഒരു സാമീപ്യം, ഒരു അടുപ്പിക്കല്. അപ്പൊ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ, ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ പറയുന്നത്, ഞങ്ങളങ്ങനെ ഔലിയാക്കളെ സ്വീകരിച്ച് അവരോട് ചോദിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നത്
അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ആ ന്യായം അല്ലാഹ് പറയാം. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നതെന്നറിയോ? ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല യഹ്കുമു ബൈനഹും, അവർക്കിടയിൽ തീരുമാനമെടുക്കുന്നതാണ്, വിധി കൽപ്പിക്കുന്നതാണ്. ഫീമാ, ഒരു വിഷയത്തിൽ, ഹും അവർ, ഫീഹി ആ വിഷയത്തിൽ, യഖ്തലിഫൂൻ ഭിന്നാഭിപ്രായക്കാരാകുന്നു. ഈ വിഷയം അള്ളാഹു ഒരിക്കലും ഇവരോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമെന്നോ അള്ളാഹുവിലേക്ക് നിങ്ങളൊരു സാമീപ്യക്കാരനെ സ്വീകരിക്കണമെന്നോ അള്ളാഹ് പറഞ്ഞിട്ടില്ല. ഇത് അവരുടെ അന്യായം അള്ളാഹു എടുത്തു പറയുന്നത് അത് അള്ളാഹു പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇന്നല്ലാഹ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഹ്ദീ, നേർമാർഗത്തിലാക്കുകയില്ല, മൻ ഒരാളെ, ഹുവ കാദിബുൻ, കളവ് പറയുകയും കള്ളത്തരം കാണിക്കുകയും, കഫാർ, നന്ദി കെട്ട ജീവിതം ജീവിക്കുകയും, കുഫ്ർ ജീവിതത്തിൽ ഉണ്ടാവുകയും നന്ദികേട് കാണിക്കുകയും വളരെ നന്ദി കെട്ട കള്ളവാദികളെ അല്ലാഹു ഹിദായത്തിലാക്കൂല. എന്താ അറിയോ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം സഅദ് റഹിമഹുല്ലാ വിശദീകരിക്കുന്നുണ്ട്. ഈ മനുഷ്യന്മാരെ പോലെ തന്നെയാണ് അള്ളാഹു എന്ന രൂപത്തിൽ കണക്കാക്കുന്നത് കൊണ്ട് വരുന്ന വലിയൊരു വിപത്താണ്. മിൻ അഫ്സദിൽ അഖിയസ് എന്ന് പറയുന്നുണ്ട്. അഥവാ ഖിയാസാക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ഖിയാസാണത്. കാരണം എന്താ? വഹുവ യതളമ്മനു തസ്വിയ ബൈനൽ ഖാലിഖി വൽ മഖ്ലൂഖ്, പടച്ചവനെയും പടപ്പിന്റെയും ഇടയിലുള്ള ഒരു സമമാക്കലാണ് ഇവർ നടത്തുന്നത്. സത്യത്തിൽ അള്ളയും പടപ്പുകളും വലിയ വ്യത്യാസമുണ്ടല്ലോ. കാരണം എന്താ? അള്ളാഹ് ഇന്നൽ മുലൂക്ക് ഇന്നമാ ഇഹ്താജൂ ലിൽ വസാത ബൈനഹും വ ബൈന റിആഇഹിം, അഥവാ അള്ളാഹുവിന് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഇടയാളൻ ആവശ്യമുണ്ടോ? അങ്ങനെ ഇടയാളൻ ആവശ്യമുണ്ട് എന്ന രൂപത്തിലാണല്ലോ ഇവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കണം. എന്നിട്ട് അള്ളാഹുവിനേക്കാൾ കൂടുതൽ കൃപ ആർക്കാണ്? നമ്മൾ ചെന്ന് പറയുന്ന ഔലിയാക്കൾക്കോ മറ്റ് ആരാധിക്കപ്പെടുന്ന ആളുകൾക്കോ ആണ് എന്ന വിശ്വാസമല്ലേ? എത്ര വലിയ തെറ്റാണത് പ്രിയപ്പെട്ടവരെ. അള്ളാഹു ആരാണ്? അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വഅമ്മർ റബ്ബു തആല, ഈ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന, എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബാരാ, ഫഹുവല്ലദീ അഹാത ഇൽമുഹു ബിളവാഹിരിൽ ഉമൂരി വബവാത്തിനുഹാ, എല്ലാ ആന്തരികവും പരോക്ഷവും ഉള്ളിലുള്ളതും പുറത്തുള്ളതും രഹസ്യവും പരസ്യവും അറിയുന്നവനല്ലേ അല്ലാഹ്. ലാ യഹ്താജു മൻ യുഖ്ബിറുഹു ബിഅഹ്വാൽ ഇബാദിഹി, തൻ്റെ ദാസന്റെ ഏതെങ്കിലും അവസ്ഥ പറഞ്ഞു കൊടുക്കാൻ വേറെ ആള് വേണോ? വഹുവ തആല അർഹമുർ റഹീമീൻ. നിങ്ങൾ നോക്ക്, നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആരെയെങ്കിലും സമീപിച്ചിട്ട് ഇവർ അള്ളാഹിനോട് ഞങ്ങളെ കാര്യം പറയട്ടെ, അള്ളാഹിനോട് ശുപാർശ ചെയ്യട്ടെ. ഇമാം ഖത്താദ റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ കാണാം, തീർച്ചയായിട്ടും ഇവര് അള്ളാഹുവിനോട് തഖരീബൻ വ യശ്ഫഉ ലനാ ഇൻദല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അവർ ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുന്നു എന്നാണ് ഇവരുടെ ന്യായമായിട്ട് പറയുന്നത്. ആ ന്യായമാണ് ഇവിടെ അള്ളാഹു നിഷേധിക്കുന്നത്. നമുക്കറിയാലോ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആള് വേണം, അള്ളാഹുവിലേക്ക് നമ്മുടെ റെക്കമെൻഡ് ചെയ്യാൻ ആള് വേണം. അല്ലല്ലാത്തവരെ സമീപിക്കുമ്പോൾ എന്തായിരിക്കും മനസ്സിലുണ്ടാകുക? അള്ളാഹിനേക്കാൾ ഇവർക്കായിരിക്കുമോ കരുണ? അങ്ങനെയാണെങ്കിലല്ലേ നമ്മുടെ കാര്യം അള്ളാഹിനോട് പറയാൻ വേറെ ആള് വേണ്ടു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹു നമ്മളോട് എത്രത്തോളം അടുത്തിട്ടാണുള്ളത്. സൂറത്തുൽ ഖാഫിന്റെ 16-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഖലഖ്നൽ ഇൻസാന, മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ ഹൃദയം മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്. അവന്റെ ഹൃദയത്തിൽ എന്തൊക്കെ രഹസ്യമായ മന്ത്രണങ്ങളുണ്ടോ അതൊക്കെ നാം അറിയുന്നുണ്ട്.
വനഹ്നു അല്ലാഹു ആകട്ടെ നാമാകട്ടെ അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. അഖ്റബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അടുത്തിട്ടുള്ളത് ആരോട്? ആ ഓരോ മനുഷ്യനോടും. മിൻ ഹബിലിൽ വരീദ്, നമ്മുടെ ജീവൻ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കണ്ടനാളിയിലെ നരമ്പവിടെ ഉണ്ടാകണം. ആ നരമ്പവിടെ ഉള്ളതിനേക്കാൾ അടുത്ത് പടച്ചോനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? 2 വിരൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരാളെ കൊണ്ടുവച്ചാൽ ആ വിരൽ വിടർന്നു പോവുകയല്ലേ ചെയ്യാം? അതിൻ്റെ ഇടയിൽ എന്ത് കൊണ്ടെന്ന് വെച്ചാലും അതുപോലെയാണ് അള്ളാഹു അത്രത്തോളം നമ്മോട് അടുത്തുണ്ട്. നമ്മുടെ ഓരോ ശ്വാസത്തിൻ്റെ നിശ്വാസങ്ങളും അറിയുന്നവനാണ്. നമ്മുടെ മനസ്സിൻ്റെ രഹസ്യങ്ങളും നാവ് കൊണ്ട് പറയുന്ന പരസ്യങ്ങളും അറിയുന്നവനാണ്. ലോകത്തുള്ള സകല മനുഷ്യരെക്കാളും നമ്മളോട് അങ്ങേയറ്റം കരുണയും ദയയും കൃപയും അങ്ങേയറ്റം റഹ്മത്തുമുള്ളവനാണ്. ആ പടച്ചവൻ്റെ അടുത്ത് പ്രിയപ്പെട്ടവരെ വേറൊരാള് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവര് തൽബിയത്ത് ചൊല്ലും. എങ്ങനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ ഹജ്ജിന് വന്നിരിക്കുന്നു. നിനക്ക് യാതൊരു ശരീക്കുമില്ല, പങ്കുകാരനുമില്ല. ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരനല്ലാതെ. ഹുവലക തംലികുഹു വമാ മലക, ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. ആ പങ്കുകാരൻ എന്തെല്ലാം ഉണ്ടോ അത് നിന്റെ ഉടമസ്ഥതയിലുള്ളത് മാത്രമാണ്. അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ചോദിക്കാന്നൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്. നഅൂദുബില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു ന്യായമാണോ പറഞ്ഞത്, ആ ന്യായത്തിന്റെ തീരുമാനം പടച്ചോൻ നാളെ പരലോകത്ത് എടുത്തു തരും. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും എന്നാണ്. പ്രിയപ്പെട്ടവർ, ഒറ്റ കാര്യം എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അള്ളാഹ് നമ്മളോട് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അടയാളനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ? ഇല്ല എന്നാണ് ഉത്തരം. ഖുറാനിൽ നിങ്ങൾ 6000 ചില്ലാനം ആയത്തുകളും പരിശോധിച്ചാലും, അടിമകളെ, നിങ്ങൾ എന്നിലേക്ക് അടുക്കാൻ ഏതെങ്കിലും മഹാന്മാരെ, ഏതെങ്കിലും മൂർത്തികളെ, ഏതെങ്കിലും പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളെ സമീപിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെയോ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ അവൻ്റെ സമീപത്താണ്, ഞാൻ അവൻ്റെ കണ്ട നാളിയേക്കാൾ അടുത്താണ്, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന ഞാൻ ഉത്തരം ചെയ്യുന്നതാണ്, എന്നോടുള്ള കരുണയിൽ നിങ്ങൾ നിരാശരാകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൂറത്ത് സുമറിന്റെ ഈ 3 ആയത്തുകൾ ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാണ് 1ാമത്തെ ആയത്ത് തുടങ്ങുന്നത്. അള്ളാഹുവിന് മാത്രമാണ് ആരാധനക്കർഹതയുള്ളത്, അതവനെ മാത്രം ആരാധിക്കണം എന്നാണ് 2ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ ന്യായമാണ് 3ാമത്തെ ആയത്തിൽ അള്ളാഹു തള്ളിക്കളയുന്നത്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആരും വേണ്ട. അടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹു എത്രത്തോളം നമ്മളോട് അടുത്തുണ്ട്, നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളും അറിയുന്നവനാണ്. അത് വേറൊരാളോട് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പറയുക എന്ന ഒരു രീതി ഇസ്ലാമിലില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ അതിനെ ശക്തമായി എതിർത്ത് പഠിപ്പിക്കുന്നുണ്ട്. സ്വഹാബികളിൽ ആരും തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണമെന്ന് പറഞ്ഞ് മറ്റൊരു മഹാത്മാവിനെയും സമീപിച്ചിട്ടില്ല. മക്കയിലെ തന്നെ മുശ്രിക്കുകൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും എല്ലാം സമീപിച്ചിട്ട് അവർ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയും എന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഖുർആനിൻ്റെ ആയത്ത് അവതരിപ്പിച്ചിട്ട് അങ്ങനെ പറയേണ്ടതില്ല, അങ്ങനെ അടുപ്പിക്കാൻ ആള് വേണ്ടതില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങൾ തീരും, അവൻ കേൾക്കും. ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് ഉത്തരം ഉറപ്പാണ്. മറ്റേത് വലിയ ശിർക്കിലേക്കും കുഫറിലേക്കും നരകത്തിലേക്കും ചെന്നെത്തുന്ന പാപമാണെന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും പരലോകത്ത് വിജയിക്കാനും ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തോടെ ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.